ADHD നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ ഒരു മനുഷ്യൻ അടങ്ങിയിരിക്കാനുള്ള കഴിവില്ലായ്മ, ഒരു കാര്യവും ശ്രദ്ധിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലായ്മ, അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കാൻ കഴിവില്ലായ്മ എന്നത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആളെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും എന്നുള്ളതാണ്. അവര് ചിലപ്പം നോയ്സി ആവാം, ചിലപ്പോൾ ബഹളം ഉണ്ടാക്കാം, ചിലപ്പോൾ ഇമ്പൾസീവ് ആകാം. ADHD സിംറ്റംസ് എനിക്കുമുണ്ടോ എന്ന് ഗൂഗിൾ ചെയ്തു നോക്കി അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കേട്ട് നമുക്ക് തോന്നുക എന്നത് സ്വാഭാവികം മാത്രമാണ്. അത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായി തന്നെ എടുത്തോളൂ. പലപ്പോഴും നമ്മളിലൊക്കെ ഉണ്ടായിരിക്കാം എന്ന് തന്നെ വിചാരിക്കാം. അതായത് ADHD 8 തരമാണ്. 8ാമത്തെ ടൈപ്പ് ഓഫ് ADHD എന്ന് പറയുന്നത് അക്വയർഡ് ADHD ഓർ വെർച്വൽ ADHD. അത് അമിതമായ മൊബൈൽ ഓർ കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗം മൂലം ഉണ്ടാവുന്ന സംജാതമാവുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് ചികിത്സ ആവശ്യമില്ല. എന്നാൽ ബാക്കി 7 തരത്തിലുള്ള ADHDകളും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്നതാണ്. ഏകദേശം നല്ലൊരു ചേഞ്ച് ആളുകളിൽ വരുത്താൻ കഴിയും. പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതൊരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇവരുടെ ട്രീറ്റ്മെന്റ് എടുത്ത് പോവുകയില്ല എന്നുള്ളത്. ഈ പഠനം ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെയും ADHD നന്നായിട്ട് അഫക്ട് ചെയ്യും. പലപ്പോഴും തോൽവിയിലും എത്തും. അതായത് പഠനത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന അല്ലെങ്കിൽ ജോലിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ടൈപ്പിലായിട്ടുള്ള ADHD എന്ന് പറയുന്നത് ഇൻഅറ്റന്റീവ് ADHD എന്നുള്ളതാണ്. അതായത് അവർക്ക് ഹൈപ്പർ ഫോക്കസ് ആയിരിക്കും, ഫോക്കസ് ഒരിക്കലും കിട്ടില്ല. പക്ഷെ അതിന് അവരായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മാർഗം ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നതായിരിക്കും. അല്ലെ, ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഗ്യാതറിങ്ങിൽ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ. അതായത് ഇൻട്രോവേർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ഫോക്കസ് ഇവരിൽ ഉണ്ടായിരിക്കുകയില്ല. അതേപോലെ തന്നെ ഇൻട്രോവേർട്ടുകൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആൻഡ് കാം മൈൻഡിലുള്ളവരായിരിക്കും. അവരുടെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും അഗ്രസീവ് ആയിരിക്കുകയില്ല. ശരിയായിട്ടുള്ള ഇൻട്രോവേർട്ടുകൾ. അഗ്രസീവ്നെസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഡിസോർഡർ. അപ്പോൾ അവിടെ ഈ ഫോക്കസ് എന്നത് അവർക്ക് ഹൈപ്പർ ആയിരിക്കും, ഇവിടെ ഹൈപ്പർ ഫോക്കസ് ആയിരിക്കും. അതായത് ഇൻഅറ്റന്റീവ് ആയിരിക്കും ഈ വ്യക്തിത്വം. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇവർക്ക് പൂർണ്ണമായും ഒരു എംപ്ലോയറോട് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, അതില് ഇത് എന്താ പറയണ, അതിനകത്തൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാതിരിക്കുക, എക്സാമുകളിൽ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാതിരിക്കുക, അതായത് ഒരു സ്പൗസ് പറയുമ്പം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ കഴിയാതിരിക്കുക, അതൊന്ന് ലിസണിങ് പവർ ഒക്കെ ഇവരിൽ കുറവായിരിക്കും. അതേപോലെ തന്നെ മെമ്മറിയിലും ഇവർക്ക് ചലഞ്ചസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. 41ാം വയസ്സിലെ ADHD, അതിനെ അഡൽട്ട് ADHD തന്നെ എന്ന് തന്നെ വിളിക്കാം. അഡൽട്ട് ADHD 40% അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും, അതേപോലെ തന്നെ 50% ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റും 10% അവരുടെ ട്രീറ്റ്മെന്റും കൂടി ചേർന്നാൽ ADHDയെ ഇന്റൻസിറ്റി വളരെ ഫലപ്രദമായി തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. അവർക്കും സാധാരണ പോലെ ഒരു ജീവിതം പോസിബിൾ ആണ്. അതിൽ ഏറ്റവും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇത് പറ്റത്തില്ലാത്തത് എന്നാണ്. സാധാരണ എല്ലാവരും പറയും പറ്റില്ല, അഡൽട്ട് ADHD ചികിത്സിക്കാൻ പറ്റാത്ത. അതായത് ടൈപ്പ് ഓഫ് ADHD ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 തരത്തിലുള്ള ADHD ഉണ്ട്. അപ്പോൾ അതിലെ പലതിനും പലതരത്തിലുള്ള സിംറ്റംസ് ആണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് ചികിത്സയില്ല എന്ന് പറഞ്ഞ് തന്നെ മടക്കി അയക്കുന്ന പല കാര്യങ്ങളും ക്ലാസിക് ADHDയുടെ ചികിത്സയിലാണ് വരുന്നത്. അപ്പൊ അതായത് ശ്രദ്ധയില്ലായ്മ, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുക, ടേൺ ടേക്കിങ്, വെയിറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, ഡെക്കോറം കീപ്പ് ചെയ്യാൻ പറ്റാതെ വരിക, ഒരാൾ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, എപ്പോഴും കൗണ്ടർ അടിച്ചുകൊണ്ടേയിരിക്കുക, ഒരു പൊതുസഭയിൽ പോലും കൗണ്ടറുകൾ അടിക്കുക, അല്ലെ ക്ലാസ്സുകളിൽ, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇതാണ് ക്ലാസിക് ആയിട്ടുള്ള ADHDയുടെ ലക്ഷണങ്ങൾ. ഇവരിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ബ്രെയിനിലെ ക്യൂരിയോസിറ്റി ലെവൽ എപ്പോഴും ഹൈ ആയി. 8 തരത്തിലുള്ള ADHD ഉണ്ട്. അപ്പോൾ അതിലെ പലതിനും പലതരത്തിലുള്ള സിംറ്റംസ് ആണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് ചികിത്സയില്ല എന്ന് പറഞ്ഞ് തന്നെ മടക്കി അയക്കുന്ന പല കാര്യങ്ങളും ക്ലാസിക് ADHDയുടെ ചികിത്സയിലാണ് വരുന്നത്. അപ്പൊ അതായത് ശ്രദ്ധയില്ലായ്മ, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുക, ടേൺ ടേക്കിങ്, വെയിറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, ഡെക്കോറം കീപ്പ് ചെയ്യാൻ പറ്റാതെ വരിക, ഒരാൾ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, എപ്പോഴും കൗണ്ടർ അടിച്ചുകൊണ്ടേയിരിക്കുക, ഒരു പൊതുസഭയിൽ പോലും കൗണ്ടറുകൾ അടിക്കുക, അല്ലെ ക്ലാസ്സുകളിൽ, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്.
ഇതാണ് ക്ലാസിക് ആയിട്ടുള്ള ADHD-യുടെ ലക്ഷണങ്ങൾ. ഇവരിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ബ്രെയിനിലെ ക്യൂരിയോസിറ്റി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ADHD വേറെ വിധത്തിലും ഉണ്ട്.